പോയി. അല്ല ഇത് പിന്നെടുക്കാൻ നമുക്ക് പോയി കഴിഞ്ഞാൽ കിട്ടൂല. നാളെ പറയും ചിലപ്പോ വീടെടുക്കാൻ പോയ ആൾക്കാരാണ്. എന്തിനാണ് നിൽക്കണ നമ്മള്? ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. തീരദേശപാത കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അറബിക്കടലിനോട് ചേർന്ന് കടന്നു പോകുന്നതാണ് തീരദേശപാത. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പാലമാണ് നമ്മുടെ അഴീക്കോട് മുനമ്പം പാലം. ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാ സ്ഥലത്തും കാണുന്ന മാതിരി PSC ഗേർഡറോ അതുപോലെ തന്നെ സ്റ്റീൽ ഗേർഡറോ ഉപയോഗിച്ചിട്ടല്ല പാലം നിർമ്മിക്കുന്നത്. ഇത് സെഗ്മെൻറ്റ് ബോക്സ് ഗേർഡർ ഉപയോഗിച്ചിട്ടാണ് ഈ പാലം നിർമ്മിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ മാത്രമല്ല ഉള്ളത്, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, കൊടുങ്ങല്ലൂർ പള്ളിനട ദിയോ സ്റ്റുഡിയോ ഓണർ സിയാദ് കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും പോയിട്ടാണ് ഇന്ന് നമ്മൾ അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ വീഡിയോ എടുത്തിരിക്കുന്നത്. 2023 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. അന്ന് തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 15ാമത്തെ വീഡിയോ ആണ് അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ നിർമ്മാണത്തിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയും എറണാകുളം ജില്ലയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ അഴീക്കോടിനെയും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ വൈപ്പിൻ മണ്ഡലത്തിലെ മുനമ്പത്തിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ കമ്പനിയാണ് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പാലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും നടപ്പാതയുണ്ട്. അതുകൂടാതെ ഒരു ഭാഗത്തായിട്ട് സൈക്കിൾ ട്രാക്കുമുണ്ട്. ഏകദേശം വളരെയധികം വേഗതയിലാണ് 2025 ഇതിന്റെ പണികൾ നടന്നിരിക്കുന്നത് കേട്ടോ. എന്തായാലും അഴീക്കോട് ഭാഗത്തുള്ള പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്ത് മുകൾ ഭാഗത്ത് ഇന്റർലോക്കാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പാലം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ പാലത്തിന്റെ വലത് ഭാഗത്തായിട്ടാണ് നടപ്പാതയും അതുപോലെ തന്നെ സൈക്കിൾ ട്രാക്കും വരുന്നത്. ഇടത് ഭാഗത്ത് നടപ്പാത മാത്രമുള്ളൂ. പെരിയാറിന് കുറുകെയാണ് പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലത്തിന്റെ സെൻട്രൽ ഭാഗം കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അത് ഇൻലാൻഡ് നാവിഗേഷൻ പ്രകാരമാണ് ആ ഭാഗത്ത് ഉയരം കൂടിയിരിക്കുന്നത്. കാരണം ഇതിന്റെ അടിഭാഗത്ത് ബോട്ടുകളും പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ജങ്കാറുകളൊക്കെ കടന്നു പോകാനുള്ളതാണ്. 10 സ്പാനുകളാണ് പെരിയാറിലുള്ളത്. അതിൽ ഓരോ സ്പാനിന്റെ ഇടയിലായിട്ട് 18 സെഗ്മെന്റ് ബോക്സ് ഗേർഡറാണ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് സെഗ്മെന്റൽ ലോഞ്ചിങ് എന്ന് വെച്ചാൽ ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഓരോ സെഗ്മെന്റ് ബോക്സ് ഗേർഡറുകളും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും വർക്കുകളൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2026 എന്ന് വെച്ചാൽ ഈ വർഷം ഒരു ഡിസംബർക്ക് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ പാലം പണി പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗത യോഗ്യമാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് സിയാദ് കേട്ടോ, ദിയാ സ്റ്റുഡിയോൻ്റെ ഓണറാണ്. പള്ളിനടയിലാണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മൂപ്പരേൻ്റെ ബാക്കിൽ നിന്ന് ഫുള്ളായിട്ട് എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സെഗ്മെന്റ് ബോക്സ് ഗേർഡർ കേട്ടോ. 18 സെഗ്മെന്റ് ബോക്സ് ഗേർഡറാണ് 2 തൂണുകളുടെ ഇടയിലായിട്ട് വരിക. അതിൻ്റെ ലോഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള ഒരു പാലം നിർമ്മിക്കുന്നത് സെഗ്മെന്റ് ബോക്സ് ഗേർഡർ ഉപയോഗിച്ചിട്ട്. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്നത് PSC ഗേർഡർ എന്ന് വെച്ചാൽ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ഗേർഡർ അല്ലെങ്കിൽ സ്റ്റീൽ ഗേർഡർ കൊണ്ടാണ് പാലം നിർമ്മിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനത്തെ. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് ഇതേപോലത്തെ ബോക്സ് ഗേർഡർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പാലം തന്നെയല്ലേ നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ഫ്ലൈ ഓവർ എന്നുള്ളത്. ഇത് രണ്ടും 2 ടൈപ്പാണ്. ഇത് 18 സെഗ്മെന്റ് ബോക്സ് ഗേർഡർ ആണ് 2 പേരുകളുടെ ഇടയിൽ വന്നിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ദേശീയപാത 66 ബന്ധപ്പെട്ട് വന്ന ഫ്ലൈ ഓവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഊരാളുങ്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2 തൂണുകളുടെ ഇടയിലായിട്ട് ഒറ്റ തൂണാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് അത് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതേമാതിരി സെഗ്മെന്റ് ബോക്സ് ഗേർഡർ ഉപയോഗിച്ചിട്ട് വേറൊരു സ്ഥലത്ത് പാലം പണിതിട്ടുണ്ട്. അത് കോയമ്പത്തൂരാണ്, KNRCയിലാണ്. പക്ഷെ അത് ഇതിനെക്കാട്ടിലും വീതി കൂടിയ സെഗ്മെന്റ് ബോക്സ് ഗേർഡറാണെന്ന് മാത്രം. എന്തായാലും കേരളത്തിൽ ഇതുപോലെയുള്ള ഒരു പാലത്തിന്റെ നിർമ്മാണം ആദ്യമായിട്ടാണ്. ഇനിയും വേറെ കുറെ പാലങ്ങൾ വരാനുള്ളതാണ്. തീരദേശപാതയും ബന്ധപ്പെട്ടിട്ട് ഹൗറ മോഡൽ പാലം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടണൽ, കടലിൻ്റെ അടിയിൽ കൂടെ ഒരു ടണൽ പാലമൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. 1121.31 മീറ്ററാണ് ടോട്ടലായിട്ട് അഴീക്കോട് മുനമ്പം പാലം വരുന്നത്, അപ്രോച്ച് റോഡ് അടക്കം. അതിൽ 916.39 മീറ്റർ മാത്രമേ ഉള്ളൂ പാലം. പാലത്തിന്റെ വീതി 15.70 മീറ്റർ ആണ്. അതിൽ 7 മീറ്റർ ആണ് റോഡ് വരുന്നത്. 1.80 മീറ്റർ ആണ് സൈക്കിൾ ട്രാക്ക്. 1.5 മീറ്റർ വീതം വെച്ച് 2 ഭാഗത്തും നടപ്പാതയുമുണ്ട്. അഴീക്കോട് ഭാഗത്ത് അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർത്തിയാകുമ്പോഴും മുനമ്പം ഭാഗത്ത് പണികൾ ബാക്കിയായിരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ പണികളെല്ലാം അവസാന ഘട്ടത്തിലാണ്. ഇനി അപ്രോച്ച് റോഡിന്റെ പണി മാത്രമേ ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ സെഗ്മെന്റ് ബോക്സ് ഗേർഡർ കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുള്ള പീറിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് പാരലായിട്ട് തന്നെയാണ് നമ്മളെ നാഷണൽ ഹൈവേ 66 കടന്നു പോകുന്നത്. തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് കോട്ടപ്പുറം പാലം ഉള്ളത് കേട്ടോ.
ഞാൻ 2023 നമ്മൾ അഴീക്കോട് മുനമ്പം പാലത്തിന്റെ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് അഴീക്കോട് ഭാഗത്ത് മരങ്ങളൊക്കെ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇപ്പൊ എന്തായാലും ആ ഭാഗത്തൊക്കെ അപ്രോച്ച് റോഡിന്റെ പണികൾ കഴിഞ്ഞിരുന്നു. അന്ന് ഈ ഭാഗത്ത് ജങ്കാർ ഉണ്ടായിരുന്നു. പിന്നീട് പാലത്തിന്റെ പണികൾ നടക്കുന്നതുകൊണ്ട് ജങ്കാർ താൽക്കാലികമായി നിർത്തി വെച്ചിട്ട് പിന്നെ കുറെ കാലം ബോട്ടായിരുന്നു. പിന്നീട് ബോട്ട് നിർത്തി വെച്ചിട്ട് വീണ്ടും ബോട്ട് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. കിഫ്ബി ഫണ്ട് തന്നെയാണ് KRFBന്റെ മേൽനോട്ടത്തിൽ ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തുള്ള ജനങ്ങൾ അഴീക്കോടും അതുപോലെ തന്നെ മുനമ്പം ഭാഗത്തുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചാണ് ഇതുപോലത്തെ ഒരു പാലം. പിന്നെ അതുപോലെ തന്നെ ടൂറിസം മേഖലയ്ക്കും ഇത് വളരെ ഉപകാരപ്രദമാണ്. അതുകൂടാതെ നമ്മളെ മുനമ്പം ഭാഗത്തു നിന്നുള്ള മത്സ്യബന്ധന ലോറികൾക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ പൊന്നാനി ഭാഗങ്ങൾക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഈ തീരദേശപാത വളരെയധികം ഉപകാരപ്പെടുന്നതുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടുത്തെ ജനങ്ങൾ രണ്ട് ഭാഗത്തേക്കും കടന്നു പോകാൻ വേണ്ടി ആശ്രയിച്ചിരുന്നത് ജങ്കാറ് അല്ലെങ്കിൽ ബോട്ടാണ്. എന്തെങ്കിലും ഒരു കാരണത്താൽ ജങ്കാറ് അല്ലെങ്കിൽ ബോട്ട് കംപ്ലൈൻ്റ് ആയി ഓടാതിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് മറുകര എന്ന് വെച്ച് കഴിഞ്ഞാൽ മുനമ്പം ഭാഗത്തുള്ള ആളുകൾക്ക് അഴീക്കോട് ഭാഗത്തുള്ള ആളുകൾക്ക് മുനമ്പം ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എത്ര ദൂരം യാത്ര ചെയ്യണം? ഇവിടുന്ന് ആദ്യം കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം പോകണം. കോട്ടപ്പുറം കഴിഞ്ഞിട്ട് VP തുരുത്ത് കടന്നിട്ട് മാത്രമേ അവർക്ക് മുത്തകുന്നം ഭാഗത്ത് എത്താൻ പറ്റുള്ളൂ. അവിടുന്ന് മാത്രമേ പിന്നീട് നമുക്ക് മുനമ്പം ഭാഗത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ എത്ര കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യണം? ആ അത്രയും കിലോമീറ്റർ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെറും 916 മീറ്റർ നീളമുള്ള ഒരു പാലം നിർമ്മിച്ചിരിക്കുകയാണ് ഇവിടെ. അത് തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം. ഇനി ഇതിനോടനുബന്ധിച്ചിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് വരാൻ പോകുന്നത് നോക്കിക്കൊണ്ട്. കാരണം ഈ പാലം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് വേഗം സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ആ മാറ്റങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഓരോ ടൗണുകളിലും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇപ്രാവശ്യം ഡ്രോൺ ഫ്ലൈ ചെയ്തിരിക്കുന്നത് പാലത്തിന്റെ മുകൾ ഭാഗത്ത് നിന്നാട്ടോ. അത്യാവശ്യം നല്ല കാറ്റ് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പരുന്തുകൾ ഇങ്ങനെ വട്ടം കറങ്ങിയിരുന്നു. അപ്പം ഞാൻ ഈ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മളെ സുഹൃത്ത് സിയാദ് അവൻ്റെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സുഹൃത്ത് നമ്മളുടെ കൂടെ പോരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ മതിലകം ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അധികം 2 സ്ഥലത്താണ് കയറല്. ഒന്ന് നമ്മളെ മതിലകം ടൗണിലുള്ള ചിത്ര മെഡിക്കൽസ് ഉണ്ട്, സുനിൽകുമാർ ഏട്ടൻ, അദ്ദേഹത്തിൻ്റെ അടുത്തും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പള്ളിനട ഭാഗത്തുള്ള ദിയാ സ്റ്റുഡിയോൻ്റെ ഓണർ സിയാദിൻ്റെ അടുത്തും വന്നിട്ട് മാത്രമേ ഈ ഭാഗത്തുള്ള വീഡിയോ കവർ ചെയ്യാൻ പോകാറുള്ളൂ. ഞാൻ ഇതുപോലെ പല ആളുകളും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്തിട്ടാണ്. അവരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളൊക്കെ ചില സമയത്ത് അവരായിട്ട് നേരിട്ട് കാണലുമുണ്ട്. അപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേൻ്റെ വീഡിയോ ചെയ്തതിന് ശേഷമാണ് കുറേ ഭാഗത്തുള്ള കേരളത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗത്തുള്ള ആളുകളുമായിട്ട് കണക്ഷൻ ഉണ്ട്, അവരായിട്ടൊരു ബന്ധം പുലർത്താൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ പല ആളുകളും യാത്ര ചെയ്യുമ്പോൾ എന്നോട് വിളിക്കലുണ്ട്, എങ്ങനെയാണ് ഇപ്പോൾ പോകാൻ സുഖം, കാരണം ഇന്ന സ്ഥലത്തൊക്കെ ബ്ലോക്ക് ഉള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെയധികം സന്തോഷം തന്നെയാണ്. പിന്നെ ദിയ സ്റ്റുഡിയോ ഷിയാദ് ഇത് ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്നത് DJI Osmo 360 ക്യാമറയിലാട്ടോ. പിന്നെ ഇന്ന് ഫുള്ളായിട്ട് ഈ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് അവൻ്റെ വാഹനത്തിലാണ്. എൻ്റെ വണ്ടി ഇരിക്കുന്നത് നമ്മളെ മതിലകം ചിത്ര മെഡിക്കൽസ് സുനിയേട്ടൻ്റെ അവിടെയാണ്. അങ്ങോട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.